ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോർ വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രത്ത് പുളിയറക്കുണത്തിന് സമീപമുള്ള കാവിൻപുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ പുളിയറക്കുണം ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ ആണുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് ഈ ഒരു കാവിൻപുറം എന്ന സ്ഥലത്ത് വരാൻ വേണ്ടി 12 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന വീട് നമുക്ക് 4 സെൻറ്റിലാണ് വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റിൽ 3 BHK. അപ്പോൾ 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. കണ്ടോ, പുറമേ നോക്കുമ്പോൾ നല്ലൊരു എക്സ്റ്റീരിയർ ലുക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നടക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫോൾഡിങ് സ്ലൈഡിങ് ഗേറ്റുമാണ് ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് വന്ന് വീണ്ടും ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്നതാണ് ഫ്രണ്ടേജ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാറ് സുഖമായിട്ട് ഇടാൻ കഴിയുന്ന സ്പേസ് നമുക്കിവിടെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തറയിൽ ഇൻ്റർലോക്ക്, നമുക്കിപ്പോൾ തറയിൽ വരുന്നത് കടപ്പ കല്ലാണ് നമുക്കിവിടെ തറയിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്. കൂടാതെ പൈപ്പ് കണക്ഷനും കിണർ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ നിന്നൊരു വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. 6x4 ഡയമെൻഷനിലാണ് നമുക്കിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് പോർഷൻ വരുന്നത്. പിന്നെ നമുക്കിവിടെ കയറുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു ഫ്രണ്ട് ഡോർ വരുന്നത് ഫുള്ള് പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കിവിടെ സൈഡിൽ വാളിലും നമുക്ക് വുഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈഡ് വാളിലും ഇവിടെ മെയിൻ ഡോറ് നമുക്കിവിടെ വുഡിലാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വലിയ ഡോർ തന്നെയാണ് നമുക്കിവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ആണ് ലിവിങ് ഏരിയ വരുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു TV യൂണിറ്റും സൈഡിൽ കൊടുത്തിട്ടുണ്ടോ. മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള TV യൂണിറ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. സൈഡിൽ നമുക്കിവിടെ ജനലിൽ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ വലിയൊരു TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ മൾട്ടിവുഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്കതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 16x12 ഡയമെൻഷനിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നോക്കാം. ഡൈനിങ് ഏരിയ നമുക്ക് ലിവിങ് ഏരിയയുടെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ട് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡയമെൻഷനാണ്. ഇവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിംഗ് വർക്കിൽ ചെയ്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റിംഗ് നമുക്ക് അതിന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12x10 നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയാണ് കയറി വരുന്നത്. അവിടെ നിന്ന് സൈഡിലോട്ടാണ് നമുക്ക് ലിവിങ് ഏരിയ, നമുക്ക് ആ സൈഡിലാണ് വരുന്നത്. നമുക്കപ്പോൾ ഇവിടെ വരുന്നിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 12x10 ഈ ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. നമുക്കിവിടെ സൈഡിലായിട്ട് ഒരു മിറർ, നമുക്ക് സെറയുടെ തന്നെ ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ കബോർഡ്സും താഴെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് DB വെച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിതാണ് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കിച്ചണിലോട്ട് പോകാം. കിച്ചൺ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൻ്റെ 14x8 നമുക്ക് കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ടൈൽസ് ഉണ്ടോ, കുറച്ച് ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൾട്ടിവുഡിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഷെൽഫ് എല്ലാം ചെയ്തിട്ടുള്ളത് കണ്ടോ. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്കിവിടെ ഈ ഒരു രീതിക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെയും കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജിപ്സം ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിച്ചൻ്റെ വിശേഷം വരുന്നത് കണ്ടോ. ഇതാണ് നമുക്കിവിടെ കിച്ചൻ്റെ വിശേഷം. ഇനി നമുക്ക് ഈ വീടിനെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ 3 ബെഡ്റൂം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടോ. ടൈൽസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിസൈനിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈൻസ് നമുക്കിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാർഡ്രോബും മുകളിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം മൾട്ടിവുഡിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് കണ്ടോ ഒരു മിററും കൊടുത്തിട്ടുണ്ട്, വലിയൊരു മിറർ. അത്യാവശ്യം എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് കണ്ടത്. ഇവിടെ ഒരു ടേബിൾ പോലെയൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ തീമിലാണ് നമുക്കിവിടെ വാർഡ്രോബ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ച വരുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. നമുക്ക് ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തത്. PVC ഡോർ തന്നെയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ, തറയിൽ നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടൈൽ ഇട്ടിട്ടുണ്ട്. ഫുള്ള് സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫിറ്റിങ്സ് എല്ലാം തന്നെ നമുക്ക് സറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. നമുക്ക് ഈ കിച്ചൻ്റെ സൈഡിലായിട്ടാണ് ഇനി 2 ബെഡ്റൂമുള്ളത്. ഒരു ബെഡ്റൂം ഇവിടെയും ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം കയറി കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് സൈസ് വരുന്നത് 10x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്ലൈൻഡ്സ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന നമുക്ക് വാർഡ്രോബ് ഈ ഒരു വാർഡ്രോബാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു മിറർ, ബാക്കി നമുക്ക് ടേബിൾ പോലെയൊക്കെ സെറ്റ് ചെയ്യുന്ന കണക്കിന് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നമുക്ക് PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും തറയിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്ന ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമാണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു മിററും നമുക്ക് ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഫുള്ള് സറയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം കാണാം. നമുക്ക് ഇവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി ഇവിടുത്തെ ലാസ്റ്റ് വരുന്ന ബെഡ്റൂം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. കണ്ടോ, മുകളിൽ നമുക്കിവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വാർഡ്രോബ് വരുന്നുണ്ട്. ഒരു 3 പാളി വരുന്ന വാർഡ്രോബാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ മിറർ നമുക്ക് ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു സൈഡ് പോർഷനിൽ വലിയൊരു മിറർ തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്റ്റോറേജ് നമുക്ക് സ്പേസ് എടുക്കാൻ വേണ്ടി ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഫുള്ള് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ബെഡ്റൂമിന് സൈസ് വരുന്നത് 12x10 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ബെഡ്റൂം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൊണ്ട് നോക്കാം. PVC ഡോർ തന്നെയാണ്, സെയിം 3ഉം ഒരേ കളർ തന്നെയാണ് വരുന്നത്. അകത്തും സെയിം നമുക്ക് മുമ്പ് നമ്മൾ കണ്ട സെയിം അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിവിടെ ഒരു ലൈറ്റും മിററും ബാക്കി സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന സിംഗിൾ സ്റ്റോർ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 47 ലക്ഷമാണ്. അപ്പോൾ അത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്കപ്പോൾ ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഹോം ലോണിലാണ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയതായിട്ട് വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ളൊരു വീടാണ് നോക്കുന്നത് എങ്കിലും ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും കാണിച്ചു തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ഏതെങ്കിലും വീട് ഇതേപോലെ സെയിലിനായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തതുപോലെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി.